നമസ്കാരം. ഷെയർ വിത്ത് അജീഷിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് ഞങ്ങളുടെ ഫ്രണ്ട് ഷാഹിൻ ഇവിടെ ഒരു ജോബ് വിസയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആളുടെ BRP കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെംസ്ഫോർഡിൽ നിന്നും ഞങ്ങൾ ഓക്സ്ഫോർഡ് വരെ പോവുകയാണ്. അപ്പോൾ അവിടെ പോവുക, BRP കളക്ട് ചെയ്യുക, പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കണത്. അപ്പോൾ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും കൂടി ഉണ്ട്. ഹലോ ഷാഹിനെ. അപ്പോൾ ഇതെന്താണ് പരിപാടി? അങ്ങനെ BRP കളക്ട് ചെയ്യാനായിട്ട് പോവാണ്. ഷാഹിൻ എന്താ വന്നത്? ഞാൻ ശനിയാഴ്ച രാവിലെ. ഏതാ എയർപോർട്ട് ഏതാ വന്നത്? ഹീത്രോയിൽ വന്നത്. എങ്ങനെയുണ്ടായി പിക്കപ്പും കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു. നമ്മുടെ ഒരു ഫ്രണ്ട് തന്നെയാണ് വന്ന് പിക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തത്. ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഇല്ല, ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സ്റ്റേയും കാര്യങ്ങളൊക്കെ നല്ലതാണ്. എവിടെ വന്ന? കോൾച്ചസ്റ്റർ. കോൾച്ചസ്റ്റർ. അപ്പോൾ ഇന്നിപ്പോ എവിടെയാണ് ഷാഹിൻ പോയിട്ട് BRP കളക്ട് ചെയ്യാൻ പോകുന്നത്? ഞാൻ ഓക്സ്ഫോർഡിലാണ് BRP കളക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്സ്ഫോർഡ്. അപ്പോൾ നമ്മളിപ്പോൾ ഏതാണ്ട് ചെംസ്ഫോർഡ് കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ ഏകദേശം ഒരു 100-200 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അതെ. ഇപ്പോൾ കുറേ നേരമായി ട്രാവൽ തുടങ്ങിയിട്ട്. എങ്ങനെയുണ്ട് ഇപ്പോൾ കണ്ടിടത്തോളം യാത്ര ചെയ്യുമ്പോൾ UK വന്നിട്ട് പുതിയ ഫസ്റ്റ് വന്നിട്ടുള്ളൊരു ഫ്രഷ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്താ തോന്നുന്നത്? ഇവിടെ വന്നിട്ട് ട്രാഫിക് ഇല്ല, പിന്നെ യാത്ര ചെയ്യാൻ വളരെ സുഖമാണ്. പിന്നെ ക്ലൈമറ്റ് ആയാലും ഇപ്പോൾ വലിയ പ്രശ്നങ്ങളില്ലാത്ത ക്ലൈമറ്റ്. പിന്നെ എല്ലാം ആക്സസ് ചെയ്യാനായിട്ട് ഒരു ഫ്രണ്ട് ഉണ്ട്, ആളാണ് എല്ലാം ചെയ്തു തരുന്നത്. അല്ല ഷൈനെ, ഇപ്പോൾ അവിടെയും ഒരുപാട് യാത്ര ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നു ഷൈൻ. ഇപ്പോൾ ഇവിടെ വന്നിട്ട് കുറേ മൈൽസ് ഇപ്പോൾ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ നാട് വിട്ടിട്ട് ഇവിടെ വന്നിട്ട് ഒരു വ്യത്യസ്തത തോന്നിയത്, യാത്രയിൽ ഒരു വ്യത്യസ്തത തോന്നിയത് എന്താ? ഇവിടെ ഭയങ്കര ക്ലീനാണ്, അതുകൂടാണ്ട് ട്രാഫിക് ഇല്ല. അത് തന്നെ നമുക്ക് വലിയൊരു ഇതായിട്ട് അഫോർഡബിൾ ആയിട്ട് നമുക്ക് തോന്നുന്നു. റോഡൊക്കെ ഇഷ്ടപ്പെട്ടു? റോഡൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. വണ്ടിക്കാരുടെ ഈ ട്രാഫിക് നിയമങ്ങളും ആളുകൾ ഇവിടെ നല്ല നിയമങ്ങളാണ്. മെയിനായിട്ട് ട്രാഫിക് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട സമയം നമ്മുടെ വേസ്റ്റ് ആവൂല. നമുക്ക് കാണാൻ എങ്ങനെയുണ്ട് നമ്മുടെ UK? കാണാൻ നല്ല രസമാണ്. നല്ല രസമുണ്ട്. വന്നിട്ട് ഫുഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തുടങ്ങി? ഫുഡ് കാര്യങ്ങൾ വന്നു, അത് സെറ്റായി വരുന്നു. കുക്കിംഗ് തന്നെയാണ്. KFC-ലൊക്കെ പോകും, പുറത്തൊക്കെ പോകാറുണ്ട്. അമൽ സാർ, ഇപ്പോൾ കുറേ കാലമായില്ലേ ഇവിടെ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട്? എങ്ങനെയുണ്ട് വണ്ടി ഓടിക്കൽ? എങ്ങനെയുണ്ട്? നാട്ടില് കുറെ കുത്തിക്കയറ്റി വണ്ടി ഓടിച്ചിട്ടുള്ള ആളല്ലേ, ഇവിടെ എങ്ങനെയുണ്ട്? ഇവിടെ വണ്ടി ഓടിക്കാൻ ഭയങ്കര ഡിസിപ്ലിൻ ആയിട്ട് നമ്മളോട് വണ്ടി ഓടിക്കണം, ഹാൻഡിൽ ചെയ്യണം. കാരണം വെച്ചാൽ ഭയങ്കര ഇവിടുത്തെ ആളുകളുടെ കൾച്ചർ പോലെ തന്നെ വണ്ടി ഓടിക്കലും എല്ലാ കാര്യങ്ങളും ഭയങ്കര ഡിസിപ്ലിനോടുകൂടി പോകും. അപ്പൊ ഇനിയിപ്പോ നാട്ടിൽ പോയിട്ട് ഇനിയിപ്പോ എങ്ങനെ ഓടിക്കും വണ്ടി? ട്രാഫിക് തെറ്റിച്ച് ഓടിക്കാൻ പറ്റില്ല. നാട്ടിൽ പോകല്ലോ, ഇവിടെ തന്നെ സെറ്റ് ആക്കണം അവര്. അത് ശരി. അപ്പൊ കുറെ ആളുകൾ നാട്ടിൽ തിരിച്ചു പോകണമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അമൽ ബ്രോയുടെ ഉദ്ദേശം എന്താ? അല്ല, ഞാൻ വന്നിടത്തോളം എനിക്ക് ഏകദേശം എനിക്ക് എല്ലാം പോസിറ്റീവായിട്ടുള്ള ഒരു ഇതായിരുന്നു. അത് ഓരോരുത്തർ ഡിപ്പെൻഡ് അനുസരിച്ചിരിക്കും ഓരോ കാര്യങ്ങൾ. ഓക്കെ. അതായത് വന്ന് സെറ്റായ പിന്നെ നമുക്ക് പോകാൻ തോന്നില്ല. ഏകദേശം കാര്യങ്ങൾ നമ്മൾ റണ്ണാക്കിയാൽ നമ്മൾ ട്രാക്കിലാക്കിയാൽ പിന്നെ ഏകദേശം ഇവിടെ തന്നെ ആയിപ്പോവും. പിന്നെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഭയങ്കര ടാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം മാനേജ് ചെയ്ത് പോവാം, അത്യാവശ്യം വരുമാനമൊക്കെ ഉണ്ടെങ്കിൽ. ഓക്കെ. അപ്പം നമ്മളിന്ന് ഏകദേശം ഒരു 200 കിലോമീറ്ററിനടുത്ത് യാത്ര ചെയ്യുന്നുണ്ട്. 2 മണിക്കൂറാണ് ഏകദേശം കാണിക്കുന്നത്. അതെ. നമ്മൾ ചെംസ്ഫോർഡിൽ നിന്ന് ഏകദേശം അത്യാവശ്യം ഒരു 180-200 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. ഓക്കെ. പക്ഷെ 2 മണിക്കൂർ കൊണ്ട് എത്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വലിയൊരു സമയമല്ല. അതെ. നല്ല റൂട്ടാണെന്ന് തോന്നുന്നുണ്ടല്ലേ? നല്ല റൂട്ടാണ്. അത്യാവശ്യം ഇന്നിപ്പോ മൺഡേ അല്ലേ, വളരെ തിരക്ക് കുറവായിരിക്കും. അപ്പോൾ ഇതാണ് ഓക്സ്ഫോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പഴയ നഗരമാണ്. ഒരു ഓൾഡായിട്ടുള്ള ഒരുപാട് ചരിത്രങ്ങളുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ വന്നതിന് ശേഷം കാറ് പാർക്ക് ചെയ്യുക എന്നുള്ളത് ഇവിടെ ഒരു വലിയ പ്രൊസീജിയർ തന്നെയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നടന്നു വരാണ്. അപ്പോൾ BRP കളക്ട് ചെയ്യുകയാണെന്ന്, ഇവിടുത്തെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് BRP കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കച്ചവട കേന്ദ്രമാണ് നമ്മളീ കാണുന്നത്. ഓക്സ്ഫോർഡ്, ലണ്ടനിൽ വരുന്ന ആളുകൾ തീർച്ചയായിട്ടും ഓക്സ്ഫോർഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിനകത്ത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയാണ് മനസ്സിൽ വരിക. ഞങ്ങളുടെ ഇന്നത്തെ ഒരു ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ എന്തായാലും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും കൂടി പോകുന്നുണ്ട്. ഓക്സ്ഫോർഡിലെ കാഴ്ചകൾ കാര്യമായിട്ട് തന്നെ പകർത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിന്ന് വന്നിരിക്കുന്നത്. അമൽ ബ്രോ, എങ്ങനെയുണ്ട് ഓക്സ്ഫോർഡ് വന്നിട്ട്? ഓക്സ്ഫോർഡ് നമ്മുടെ ഞാനിപ്പോൾ കുറച്ചാണ് ഇവിടെ. അപ്പോൾ ഇതുപോലൊരു ഇതിനൊക്കെ എന്തൊക്കെയോ ഹിസ്റ്റോറിക്കൽ ഒരു ബേസ് ഉണ്ടെന്ന് തോന്നുന്നു. ഒരു ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ് ഓക്സ്ഫോർഡ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരുപാട് ചരിത്രമുള്ള സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് ഏതെങ്കിലും മലയാളികൾ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാമല്ലേ. നമ്മൾ ഓക്സ്ഫോർഡിലെ പ്രധാനപ്പെട്ട ഒരു സ്ട്രീറ്റ് ആയിട്ടുള്ള ജോർജ് സ്ട്രീറ്റിൽ കൂടെയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകൾ ഇവിടെ വന്നു പോകുന്നൊരു സ്ഥലമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആയതുകൊണ്ട് തന്നെ കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്. നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് BRP കളക്ട് ചെയ്ത് പോകുക എന്നുള്ളത് മാത്രമാണ്. ലണ്ടനിൽ വന്നിട്ട്
ഒരുപാട് ഇത്ര റഷായിട്ടുള്ളൊരു സ്ഥലത്തിൽ കൂടെ അധികം ഞങ്ങൾ യാത്ര ചെയ്തിട്ടില്ല കേട്ടോ, സത്യം പറയുകയാണെങ്കിൽ. ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ബേസ് ചെയ്ത് വന്നിട്ട് അവർ സ്റ്റഡി ടൂറാണല്ലേ അത്? ഏറ്റവും പഴക്കമേറിയ ബിൽഡിംഗ് ആണല്ലേ ഈ സംഭവം, ഈ തെരുവിൽ. അപ്പോൾ സ്റ്റഡി ടൂറിൻ്റെ ഭാഗമായിട്ട് വന്ന പിള്ളേർക്കാണ് ഈ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് അല്ലേ. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള കെട്ടിടങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളതെന്നാണ് ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. സത്യത്തിൽ നമ്മൾ നടക്കുന്നത് ഒരു ഞായറാഴ്ച ദിവസം പോലും അല്ല അല്ലേ, പക്ഷെ എന്നിട്ട് പോലും ഒരുപാട് ആളുകളുണ്ട് അല്ലേ. ഇവിടുത്തെ ഉള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള മറ്റേ പബ്ലിക് ട്രാൻസ്പോർട്ടുകൾ അല്ലെങ്കിൽ പ്രൈവറ്റ് ട്രാൻസ്പോർട്ട് എല്ലാം നിരോധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഇതിനകത്ത്. ഇത് വാക്ക് സ്ട്രീറ്റ് മാത്രമാണ്, ആളുകൾക്ക് നടക്കുക എന്നുള്ളൊരു പരിപാടി മാത്രമേ ഇവിടെ ഉള്ളൂ. നേരത്തെ സമയങ്ങളിൽ വണ്ടി കാര്യങ്ങളൊക്കെ അതിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് തോന്നുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്നൊരു കാലം കൊണ്ട് ചെയ്തായിരിക്കും, ക്രൗഡ് ചെയ്തുകൊണ്ട്. എനിക്കാണ് ക്രൗഡ് കൂടി ഇപ്പം നിർത്തിയതായിരിക്കും അല്ലേ. എന്തായാലും സംഗതി കാണാൻ കൊള്ളാം. ഇതാണ് നമ്മുടെ പോസ്റ്റ് ഓഫീസ്, ഇവിടുത്തെ ഓക്സ്ഫോർഡ് പോസ്റ്റ് ഓഫീസാണ്. അവിടെ നിന്നാണ് നമ്മൾ നമ്മുടെ BRP നമ്മൾ കളക്ട് ചെയ്യേണ്ടത്. ഷൈൻ ബ്രോ, നിങ്ങളുടെ BRP കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാ. BRP കളക്ട് ചെയ്യാൻ എന്തൊക്കെ വേണ്ടത്? ഇവിടെ വന്ന ഉടനെ തന്നെ ടോക്കൺ എടുക്കണം, പിന്നെ നമ്മുടെ മെയിൽ എടുത്ത് ഓപ്പൺ ആക്കണം. നമ്മുടെ മെയിലിലേക്ക് ഓൾറെഡി നമുക്കൊരു PDF ഫയൽ വന്നിട്ടുണ്ട്, ഇമിഗ്രേഷൻ ബയോമെട്രിക്സ്. അത് കഴിഞ്ഞ് പിന്നെ പാസ്പോർട്ട് കൂടെ കൊടുത്തു. ഓക്കെ, പാസ്പോർട്ടും മെയിലിലേക്ക് വന്ന ഡോക്യുമെൻറ്റും പിന്നെ ഇവിടെ എത്തിയിട്ട് ടോക്കൺ എടുക്കുക, ടോക്കണിൽ വെയിറ്റ് ചെയ്യുക. നമ്മുടെ ടോക്കൺ നമ്പർ എത്രയാണ്? 216 അപ്പോൾ 215 ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മളാണ്. ഇതാണ് ഇവിടുത്തെ ഒരു പോസ്റ്റ് ഓഫീസ്. ഷൈന BRP കിട്ടിയോ? BRP ഇങ്ങനെയാണ് കിട്ടുന്നത്. നമ്മൾ അവർക്ക് പോയിട്ട് നമ്മൾ നിൽക്കുന്ന സ്ട്രീറ്റും നമ്മുടെ പോസ്റ്റ് കോഡും നിൽക്കുന്ന പോസ്റ്റ് കോഡും പിന്നെ പാസ്പോർട്ട് മാത്രം കൊടുത്താൽ മതി. എത്ര ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ തരും. നോട്ടെ BRP പുറത്തേക്ക് എടുത്തേ. BRP ഇങ്ങനെയാണ് വരുന്നത് കളറിൽ. ഓക്കെ, നിനക്ക് ജോബ് വിസ ആണല്ലോ അല്ലേ? സാധാരണ സ്റ്റുഡൻസ് വിസ ഡിഫറെൻ്റ് ആയിട്ട് ഈ BRPയിൽ ഒരു വ്യത്യാസം ഉണ്ടെന്ന് പറയുന്നത്. ഇതിൽ NI നമ്പർ ബാക്കിൽ തന്നെ ഉണ്ടാവില്ലേ? ഓക്കെ നോട്ടെ, ബാക്ക് സൈഡ് നോട്ടെ. അപ്പം ഇനി അഡീഷണൽ NI നമ്പറിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പം നിനക്ക് പിന്നെ ഇനി ജോലിയുമായി ബന്ധപ്പെട്ട് ഇനി വലിയ പ്രശ്നങ്ങളില്ല. ഇനി ട്രെയിനിങ് എടുത്താൽ നേരെ കയറാം. ഓക്കെ, അപ്പോൾ ബാങ്ക് അക്കൗണ്ട് എന്താ ഓൺലൈനിലാണോ എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? അപ്പം നമ്മൾ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം BRP കളക്ഷൻ കഴിഞ്ഞു. ഇനി അപ്പം നമുക്കൊന്ന് ഓക്സ്ഫോർഡൊക്കെ ഒന്ന് കറങ്ങിയടിച്ചിട്ട് പോകാമെന്ന്. ഇതാണ് നമ്മൾ ഓക്സ്ഫോർഡിൽ പുറത്തുനിന്ന് കണ്ട വെസ്ലി മെമ്മോറിയൽ ചർച്ച്. ഇവിടുത്തെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ളൊരു ചർച്ചാണ് ഈ ചർച്ച്. നമ്മുടെ നാട്ടിലെ പോലെ ഇങ്ങനെ പള്ളിക്കകത്ത് കയറാനോ അങ്ങനെയൊന്നും ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. നമുക്ക് കയറാം, വീഡിയോ എടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, ഒരു പ്രശ്നമില്ല. പിന്നെ നമ്മുടെ അവിടെ കാണുന്ന പോലെ ഭീകരമായ അൾത്താരകളോ അങ്ങനെയൊന്നും ഇവിടെ ഉണ്ടാവില്ല. ഒരു ചെറിയ കുരിശുണ്ടാവും, അത്രയ്ക്കും തന്നെയാണ് കൂടുതലായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുക. പക്ഷേ വളരെ മനോഹരമായിരിക്കും അതിൻ്റെ ഒരു സീറ്റിങ്ങും ഇരിക്കുന്നതൊക്കെയും. എല്ലാത്തിനും ആ ഒരു പഴയ തനിമ അവർ നിലനിർത്തും. അപ്പോൾ ഈ ചർച്ചിൻ്റെ ഉള്ളിലത്തെ നമ്മൾ പുറത്തുനിന്ന് കണ്ട ഈ ചർച്ചിൻ്റെ ഉൾഭാഗമാണ് ഇത് നമ്മളീ കാണുന്നത്. ഓക്സ്ഫോർഡ് എത്തുമ്പോൾ തീർച്ചയായിട്ടും ഈ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത്തരം സെൻറ്ററുകളിലേക്ക് വരാം. ഇതാണ് ഈ ചർച്ചിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഒരു സ്ട്രീറ്റിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. മിക്കവാറും എല്ലാ കേന്ദ്രങ്ങളിലും ഇതേപോലത്തെ ഒരു സ്ക്വയറുകളുണ്ടാവും. അതിൽ ഇവിടുത്തെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഇതിവിടുത്തെ ഒരു യുദ്ധസ്മാരകമായിട്ട് നിലകൊള്ളുന്ന സ്ഥലമാണ്. അതിനോടനുബന്ധിച്ചാണ് ഈ കംപ്ലീറ്റ് സ്ട്രീറ്റും കാണുന്നത്. ഇവിടെ അല്പം തണലും എല്ലാം ഉണ്ട്. ആളുകൾക്ക് കുറച്ച് നേരം വിശ്രമിക്കുവാനും ഭക്ഷണം അത്യാവശ്യം ചെറിയ ചെറിയ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുവാനും സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും ഒക്കെ കഴിയുന്നതാണ് ഈ സ്ട്രീറ്റ്. ഇതൊരു വലിയ സ്ട്രീറ്റാണ്. ഒരുപാട് ഷോപ്പിംഗ് സെൻറ്റേഴ്സ് ഉള്ള ഒരു വലിയ സ്ട്രീറ്റാണ്. കൂടുതലും ഫുഡ് സെൻറ്റേഴ്സാണ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അതിൻ്റെ ചോട്ടിൽ ഇങ്ങനെ കുറച്ച് മദ്യമൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും.
മലയാളി എവിടെ പോയാലും മലയാളികളെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ മലയാളി സുഹൃത്തുക്കളെയാണ് കണ്ടത്. അപ്പോൾ അവർ നമുക്കിവിടെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ പറഞ്ഞു തന്നു. പക്ഷേ വീഡിയോയിൽ നിൽക്കാൻ വേണ്ടി താല്പര്യമില്ല എന്ന് പറഞ്ഞു. എന്തായാലും കണ്ടതിൽ സന്തോഷം. ഓക്കെ ഏട്ടാ, ബൈ. Hello, I'm Srishti. I'm going into my 4th year biochemistry at Somerville College. There are like 40 colleges here, including both undergrad and postgraduate. My college was historically only for women. Some of the important people that went to my college are Margaret Thatcher, Indira Gandhi, yes, Indira Gandhi went there, and Dorothy Hodgkin, who won Nobel Prize in Chemistry. Some of the tourist places here are Radcliffe Camera, one of the nicest libraries that you can find here, Bodleian Libraries, a lot of museums like Natural History Museum, Ashmolean. So this is Gloucester Green. From Wednesday to Sunday, we have a market going on. So it's food across all the different cuisines because food in the UK is not that good. What else can I say? Some of the good things about Oxford and unique to Oxford are matriculation and graduation. Matriculation is you officially become the student of Oxford with fancy gowns. And the other one's punting. It's very beautiful to punt in this country in this weather. That's it. This is the main attractions in here, any heritage place and historic. Historical places, as I said, is Radcliffe Camera, one of the nicest libraries, and Bodleian Libraries, and then Chervil and Magdalen boards, and multiple colleges. One of the biggest colleges is Christchurch, where Harry Potter was shot, and then there's St. John's College, which is huge and very rich, and other colleges, I guess. അപ്പോൾ എന്താ ഇന്നത്തെ ഓവറോൾ നിങ്ങളുടെ പരിപാടികളെല്ലാം നടന്നാ? ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നടന്നു. ഇനി ഞങ്ങളുടെ വൈൻഡപ്പാണ്. BRP കിട്ടിയില്ലേ? BRP കിട്ടി. അത് തന്നെ ഒരു. അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് എങ്ങനെയുണ്ടായിരുന്നു? ഇന്ന ട്രിപ്പ് എൻജോയ് ചെയ്തു. വന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ വന്നിടത്തോളം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്? ഇഷ്ടപ്പെട്ടു. അപ്പം ഇനി എന്തുള്ളു? ഇനി തിരിച്ച് പോവാണ്. തിരിച്ച് നമ്മൾ കോൾച്ചസ്റ്ററിലേക്ക് പോവാണ്. ഇന്നത്തെ മെയിനായിട്ട് പരിപാടി എന്ന് വെച്ചാൽ ആളുടെ BRP കളക്ട് ചെയ്യാനായിരുന്നു. ആ പരിപാടികൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഓക്സ്ഫോർഡ് നമ്മൾ അത്യാവശ്യം കറങ്ങി, കുറച്ച് ഹിസ്റ്റോറിക്കൽ പ്ലേസുകൾ, മ്യൂസിയം, അങ്ങനെയുള്ള കാര്യങ്ങൾ കവർ ചെയ്യാൻ പറ്റി. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു കൊടുക്കും KFC ഓക്സ്ഫോർഡ്. ഇനി നേരെ നമ്മൾ തിരിച്ച് ട്രാവൽ ചെയ്യണം. അപ്പോൾ ഓക്സ്ഫോർഡ് കാഴ്ചകൾ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി ബൈ ബൈ. ബൈ ബൈ.